ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനെനിക്ക് സ്കൂളില്ല. അതൊക്കെ അപ്പ പറഞ്ഞു. ഇന്ന് പാക്കിൽ കൊണ്ടുപോവാന്ന് ഞങ്ങൾ പാക്കിനെ കളിക്കാൻ പോവാം. സുഖം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എവിടെയാ പോകുന്നതെന്നല്ലേ, ഈ വീഡിയോ ഞാൻ എടുത്തത് ഏകദേശം ഒരു 2 ആഴ്ചയായെന്ന് തോന്നുന്നു. ജനുവരി 25-ാം തീയതിയാണ് ഇതെടുത്തത്. കാരണം റിപ്പബ്ലിക് ഡേയുടെ തലേ ദിവസം. പിറ്റേ ദിവസം ക്ലാസ് ഇല്ലാത്ത കാരണം ചേട്ടായി നേരത്തെ ജോലിയും കഴിഞ്ഞ് വന്നത് കാരണം ഞങ്ങളോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന്. കാരണം മമ്മി വീട്ടിലില്ലായിരുന്നു. മമ്മി വീട്ടിലില്ല, ഞങ്ങൾക്ക് ആകെ ബോറടിയാണ്. എല്ലാവരും കൂടെ വേണം, ഇല്ലെങ്കിൽ ഒരുമാതിരി ഒരു ഫീലാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. ഒരാളില്ലെങ്കിൽ ഒരാൾക്കൊരു സുഖമില്ലാത്ത പോലെ. അങ്ങനെ വെറുതെ ഇരുന്ന് എന്നെയും മക്കളെയും കൂട്ടി ചേട്ടായി കാഞ്ഞങ്ങാട് ഒരു ബീച്ചുണ്ട്, നമുക്ക് ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നേ, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓർമ്മകളായി ഇവരൊക്കെ ചേട്ടായിയൊക്കെ പണ്ട് കളിച്ച കുറേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളെ ആ ബീച്ചിലേക്ക് കൊണ്ടുപോയി. എന്നോട് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നീ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തിനാ യൂട്യൂബിലിടുന്നേ, അല്ല പിന്നെ അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് ക്യാഷൊക്കെ കിട്ടുമെന്നുള്ള കാര്യം കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത്. ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു റിജു കരുണ എന്ന് പറയുന്ന ഒരു പയ്യന്നൂർ മറ്റുള്ളൊരു ചേട്ടനാന്ന് തോന്നുന്നു, അവരുടെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളും അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ടൂറും കാര്യങ്ങളൊക്കെ നമ്മളും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഭാവിയിലേക്ക് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സംഭവമായി തോന്നി എനിക്ക് ഈ വീഡിയോ ക്രിയേറ്റിംഗ് എന്നുള്ളത്. എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ തുടങ്ങിയതാണ് ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം യൂട്യൂബിലെ തന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതാണ് എൻ്റെ യൂട്യൂബ് ചരിത്രം. അപ്പം പ്രത്യേകിച്ച് വലിയ കണ്ടൻ്റൊന്നും അല്ലെങ്കിൽ പോലും ഇതുപോലെ വീഡിയോ എടുത്തിടുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാൻ നല്ല രസമാണ്. കാരണം ഞാനിപ്പം ഏകദേശം ഒരു 3 വർഷത്തോളമായെന്ന് തോന്നുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഈ കളിക്കുന്ന ഈ കുഞ്ഞനുണ്ടല്ലോ നോബി, അവൻ ജനിച്ചിട്ട് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അവൻ്റെ ചെറുപ്പകാലത്തെ ഓരോ കളികളും അതേപോലെ നമ്മുടെ എബിയും ബിയമോളും ഒക്കെ കുഞ്ഞിലുണ്ടായിരുന്ന പല കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർത്തെടുക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് സൗഹൃദങ്ങളും ഉണ്ടായി. അതാണ് ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് കാണുന്നത്. അതേപോലെ ഒരു 2 ആഴ്ച വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എന്തേ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ച് വരാൻ ആൾക്കാരുണ്ടായി. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് മനസ്സിലാക്കി. അത് പോട്ടെ, അങ്ങനെ യൂട്യൂബിൻ്റെ കഥയൊക്കെ പറഞ്ഞു. ഇത് മുറിയനാവി കൈറ്റ് ബീച്ച് പാർക്കാണ്. വലിയ പാർക്ക് സെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ വെക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചെറിയ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഹട്ട് പോലെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. പിന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. അവിടെ എന്തോ ഒരു എൻഗേജ്മെൻറ്റോ കാര്യം എന്തോ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ അവസാന സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ഫോട്ടോഷൂട്ടൊക്കെ കണ്ടു, ചെറുക്കനും പെണ്ണും പിന്നെ സൂര്യാസ്തമനത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് പോസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ നേരം കണ്ടു. ആ സമയത്ത് കുട്ടികൾ അതിലെ കൂടെ ഓടി കളിക്കുമായിരുന്നു. അങ്ങനെ അധികം ആളോ ബഹളോ ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയെന്ന് അങ്ങനെ വലിയ കടലിന് വലിയ തിരമാലയോ കാര്യമോ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിള്ളേർ കുറേ നേരം കളിച്ചു. അവരുടെ അപ്പയാണ് അവരെ ലീഡ് ചെയ്തത്. ഞാൻ പോയി കഴിഞ്ഞാലൊന്നും ശരിയാകില്ല, അവർക്ക് അപ്പ തന്നെ വേണം. കാരണം പിടിച്ച് വലിച്ച് കൊണ്ടുവരണമല്ലോ. കടലെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ് മക്കളെ എൻ്റെ മക്കൾക്ക്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഇപ്പോൾ എബി എന്നാന്നറിയാവോ പറയുന്നത്? ഞാൻ പറഞ്ഞു കടലമ്മ എന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു.
അന്നേരം അവൻ പറയാ, കടലമ്മ ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അപ്പ, അമ്മച്ചി കടലമ്മ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതേ ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങി. മക്കൾ അവിടെ ഇരുന്ന് കൊട്ടാരം കെട്ടുക പൂഴിയിലും. സമയസന്ധ്യയായേ, വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അവരത്രത്തോളം അവിടെ കിടന്ന് എൻജോയ് ചെയ്ത് തകിടം മറിയുമായിരുന്നു അവർ. കുറേ വിളിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി ചേട്ടായി രണ്ടാമത് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഇതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ലൈഡർ, അതിലൊക്കെ കിടന്ന് കളിച്ച് മറിഞ്ഞ് അയ്യോ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. കുറേ വെള്ളമൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം ഇനി അവിടെ പൈപ്പും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഇവരുടെ ദേഹം കഴുകാതെ കാറിലേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ. അവന് സേഫ്റ്റി വല്ലപ്പോഴും മാത്രം കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പോവുക. ആദ്യമായിട്ടാണ് കൈറ്റ് ബീച്ച് പാർക്കിൽ പോകുന്നത്. ബീച്ചിൽ പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വതവേ പേടിയാണ് ഇവരെ കൊണ്ട് ബീച്ചിൽ പോകാൻ. അഥവാ തിരമാലയൊക്കെ നല്ലോണം ഉള്ള ദിവസമാണെങ്കിൽ ഇവർ പറഞ്ഞാലൊന്നും കേൾക്കില്ല. എനിക്കാണെങ്കിൽ വെള്ളം കാണുമ്പോഴേ പേടിയാണ് ഭയങ്കര. അതുകൊണ്ട് ചേട്ടായിനെ തന്നെ ഏൽപ്പിച്ചു. നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ നടക്കുമായിരുന്നു. പിന്നെ ഇവർ കുറച്ച് നേരം അവിടെ കളിച്ചു. ഇരുട്ടായി, വീഡിയോ ഒന്നും ക്ലിയർ ഇല്ലല്ലോ, ഇരുട്ടായി. സത്യം പറഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹട്ട് ഇതാ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഫംഗ്ഷൻ വെക്കാനുള്ള സംഗതികളൊക്കെയാണെന്ന് തോന്നുന്നു. കൂടുതൽ അവിടെ സംസാരിക്കാനും ഇതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും ആരെയും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് കൈയും കാലൊക്കെ പിള്ളേർ കഴുകിച്ചു. എന്നിട്ട് ഡ്രസ്സ് നിറയെ പൂഴിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ കാണാൻ വേണ്ടി. അങ്ങനെ കൈറ്റ് ബീച്ച് പാർക്കിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല ഇരുട്ടായി. അവിടുന്ന് കൊണ്ടുപോയ കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്ത് ദേഹമൊക്കെ ഒന്ന് കഴുകിച്ചു. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പം ട്രെയിൻ കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ട്രെയിൻ അല്ലായിരുന്നു വന്നത്. ചെറിയ എൻജിൻ എങ്ങാണ്ടാണ് വന്ന് പോയത്. അതുകൊണ്ട് പിള്ളേർക്ക് അങ്ങനെ ട്രെയിൻ എപ്പോഴും കാണുന്നില്ലാത്തതുകൊണ്ട് കാണാൻ വലിയ ആകാംക്ഷയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അന്ന് പൂർണ്ണചന്ദ്രനായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വീഡിയോ എടുത്തേ. പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. പുറത്തുനിന്ന് ഞാനെല്ലാം ഫുഡൊക്കെ വീട്ടിൽ റെഡിയാക്കിയിട്ടാണ് പോയത്. പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.